എന്തെങ്കിലും കഴിക്കാൻ പൂതിയാന്ന് എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല, കിച്ചണിൽ പോവാ, ഉണ്ടാക്കാം. അപ്പൊ ഇന്നത്തെ എന്റെ മുഹബത്ത് കണ്ണൂർ അൽസോടാണ് കേട്ടോ. നമ്മളെ മംഗലപ്പുര അൽസില്ല, അത് തന്നെ. ഇതൊക്കെ ഇന്ന് പൂതി വന്ന നാളെ കഴിക്കാൻ പറ്റൂട്ടോ, കാരണം ഇത് സോക്ക് ചെയ്തെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഐറ്റംസ് ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനി ആ സൊറ പറിച്ചിലങ്ങ് നിർത്തിയിട്ട് കുക്കിങ്ങിലേക്ക് കടന്നാലോ? കഴുകി ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച ഗോതമ്പ് എടുത്തിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഗോതമ്പിന്റെ മുകളിലായിട്ട് എടുക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഉള്ളി അരിഞ്ഞതും ഒരു വെളുത്തുള്ളി അല്ലിയും പിന്നെ ഏലക്കായ്, പട്ട, ഗ്രാമ്പു, ഇതൊക്കെ ഒരു പേരിന് മാത്രം ചേർത്ത് കൊടുക്കും. ഇനി അതിലോട്ട് എല്ലോടുകൂടി ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് ഒരു 5-6 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി 5-6 വിസിലിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. എന്നിട്ട് കുക്കറിന്റെ പ്രഷർ ഒന്ന് പോയതിന് ശേഷം അതിന്റെ ലിഡ് ഒന്ന് ഓപ്പൺ ആക്കുക. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ചേർത്ത ഐറ്റംസ് ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി വെക്കുക. ചിക്കന്, പട്ട, ഗ്രാമ്പു, ഏലക്കായ് പിന്നെ വെളുത്തുള്ളി എല്ലാം കൂടി എടുത്തിട്ട് സെപ്പറേറ്റ് ആക്കി വെക്കുക. എന്നിട്ട് ഇതൊന്ന് ഗോതമ്പ് എടുത്തിട്ട് ബ്ലെൻഡറിലോ മിക്സിയുടെ ജാറിലോ ഇട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ച് പേസ്റ്റ് ആക്കി എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ പേസ്റ്റ് ആക്കുക, അല്ലെങ്കിൽ പകുതി പേസ്റ്റ് ആക്കിയിട്ട് പകുതി കുറച്ച് കടിക്കുന്ന രീതിയിൽ അങ്ങനെയും വെക്കുക. ഇനി 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് എല്ല് ചേർത്തിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ എല്ലില്ലാണ്ട് അതിലേക്കൂട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുക നല്ലോണം. എന്നിട്ട് 1 സ്പൂൺ വെച്ചിട്ട് കുത്തിക്കൊടുക്കുക കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ, നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ ഉള്ളിയും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ നമുക്കൊന്ന് വറുത്തിട്ടെടുക്കുക. എന്നിട്ട് ഇതിന്റെ മുകളിലോട്ടായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ ഇത് കഴിക്കുമ്പോണ്ടല്ലോ ഇതിന്റെ മുകളിൽ പഞ്ചസാര വിതറിയിട്ടാട്ടോ കഴിക്കുക. പിന്നെ കറി ഒഴിച്ച് കഴിക്കുന്നവരുണ്ട്, രണ്ടാലും നല്ല ടേസ്റ്റാണ്. അപ്പൊ ഇതുവരെ കഴിക്കാത്തവരോ ഉണ്ടാക്കാത്തവരോ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.